അങ്ങനെ തന്നെ നമ്മളിനി ഒരു മാസം നാട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം നാട്ടിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ചൂടിൽ നിന്ന് ഇനി ഒരു മാസത്തേക്ക് ഒരു ബ്രേക്ക്, ഇനി കുറച്ച് നാൾ നല്ല മഴയൊക്കെ ആസ്വദിച്ചിട്ട് വരാം. എല്ലാവരെ പോലെ തന്നെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു സമയം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം ഞാൻ കേട്ടോ. കാരണം ഈ ഒരു വർഷം നമ്മൾ 11 മാസം നമ്മൾ ഇവിടുത്തെ നമ്മളുടെ വീട്ടുകാരെയും നമ്മുടെ വീടും നാടും അങ്ങനെ സ്വന്തമായിട്ടുള്ളതൊക്കെ നമ്മളിങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഈ ഒരു മാസം നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് എപ്പോൾ നാട്ടിലേക്ക് പോകാന്നുള്ളത്. പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം പെട്ടെന്ന് പോകുന്നുള്ളത് എല്ലാവരെ പോലെയും എനിക്കങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന് മുന്നിലുള്ള ഈ ഒരു പാക്കിങ്ങിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇത് ചെയ്യാതെ നമുക്ക് വേറൊരു രക്ഷയില്ല, നമ്മളിത് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ മക്കളുടെയും ഡ്രസ്സൊക്കെയാണ് എടുത്ത് വെക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഡ്രസ്സുകൾ മാത്രം എടുത്ത് വെച്ചാൽ മതി. ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് ആൾ തന്നെ ഒതുക്കിയോളും, കാരണം അധികം ഡ്രസ്സൊന്നും എടുക്കാനായിട്ടുണ്ടാവാറില്ല. അപ്പോൾ അത് ആൾ തന്നെ എടുത്ത് വെച്ചോളും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഫസ്റ്റ് റെഡി ആക്കണേ. വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊന്നും എനിക്ക് ഇവിടെ നിന്ന് അധികം കൊണ്ടുപോകാനായിട്ടുണ്ടാവാറില്ല. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് അവിടെ വീട്ടിലിടാനായിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇടാനായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം കുറച്ച് എടുത്താൽ മതി. പിന്നെ ഒരുവിധം ഞാൻ പുതിയ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും നാട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അതുകൊണ്ട് അധികം ഡ്രസ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണ്ട. കാരണം നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇടാനായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ മാത്രം എടുത്തു വെച്ചാൽ മതി. അങ്ങനെ കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെയാണ് ഞാനിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡ്രസ്സ് പാക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ കിച്ചണിലത്തെ കാര്യങ്ങളും നമുക്കൊപ്പം ചെയ്യാനായിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് നമ്മുടെ ഫുഡിനായിട്ടുള്ള ലഞ്ചിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ. അതായത് ഫ്രിഡ്ജിലിരിക്കുന്ന ഇനി ബാക്കിയുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ടും എന്തൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫിനിഷ് ചെയ്യുക, അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് അധികമൊന്നും വാങ്ങിച്ചിട്ടില്ല. കുറച്ച് ബീൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീൻസൊക്കെ അരിഞ്ഞത് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാറുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇനി കുട്ടികളുടെ ഡ്രസ്സിൻ്റെ പാക്കിങ് നമുക്ക് തുടങ്ങാം. മക്കളുടെ ഡ്രസ്സ് ആണെങ്കിലും ഇതുപോലെ പുറത്തേക്ക് ഇടാനായിട്ടുള്ള കുറച്ച് നല്ല ഡ്രസ്സുകളാണ് കേട്ടോ അധികം എടുക്കാനായിട്ടുണ്ടാവുക. കാരണം വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാനിങ്ങനെ പൊതുവേ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ആമസോണിൽ അല്ലെങ്കിൽ അങ്ങനെ ഓൺലൈനൊക്കെ ആയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഒരു വർഷമായിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഡ്രസ്സുകൾ. അതുകൊണ്ട് തന്നെ അതൊക്കെ ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ പോകുന്ന ഒരു സമയത്ത് ഞാൻ അവരുടെ ഇപ്പോഴത്തെ സൈസിന് പറ്റുന്ന പോലത്തെ ഡ്രസ്സുകൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറ്റുന്ന ഡ്രസ്സുകളാണെങ്കിൽ അപ്പോൾ തന്നെ ഇടാൻ പറ്റും. പക്ഷേ ചില ഡ്രസ്സുകൾ നമ്മുടെ കറക്റ്റ് സൈസ് ആണെങ്കിലും ചിലപ്പോൾ അവർക്ക് ഒന്ന് ചെറുതാവേ അല്ലെങ്കിൽ കുറച്ച് ലൂസ് കൂടുതൽ വലുതാണെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് പിന്നെയും വാങ്ങിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് ഉറപ്പില്ലാത്തതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു 2-3 ഡ്രസ്സുകൾ മാത്രം വീട്ടിലിടാനായിട്ടുള്ളത് എടുത്താൽ മതി. കാരണം കൂടുതൽ ഡ്രസ്സുകൾ നമ്മൾ ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ വീട്ടിലിടാനായിട്ടുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, അതായത് ഓൺലൈനിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിടാനായിട്ടുള്ള ഡ്രസ്സുകൾ കുറച്ചും ഇനി പുറത്തേക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സുകൾ, അതായത് നല്ല ഡ്രസ്സുകൾ കുറച്ച് അധികം എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഒരുവിധം സെറ്റാക്കിയിട്ട് നമ്മുടെ കിച്ചണിലേക്ക് പോയിട്ട് ഇനി ബാക്കി പണികളെന്നൊക്കെ നമുക്ക് തുടങ്ങാം. അതായത് ബീൻസ് അങ്ങനെ ഒരു വിസിൽ വെച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ മീൻ വറുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മീൻ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനി കറി വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇനിയും 2-3 ദിവസത്തേക്ക് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ എടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ വറുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനിട്ടിട്ട് കുറച്ച് വിനീഗർ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ വറുക്കാനും വെച്ചു. പിന്നെ നമ്മുടെ ബീൻസ് വെന്ത് വന്നിട്ടുള്ളത് ഉപ്പേരി കാച്ചാനായിട്ട്. നമുക്കെല്ലാം ഉപ്പേരിയാണ്. അതായത് ഇതുപോലെ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പേരി മുളക് ഇട്ടിട്ട് കാച്ചി എടുക്കുമ്പോൾ നമ്മുടെ ബീൻസ് ഉപ്പേരിയും അങ്ങനെ റെഡിയാവും. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലത്തെ ഒരുവിധം ഐറ്റംസ് എല്ലാം തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അധികം അങ്ങനെ സാധനങ്ങളൊന്നും ഇരിക്കണില്ല. മീനായിരുന്നു കുറച്ചുണ്ടായിരുന്നത്. അപ്പോൾ അത് കറി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഇനിയും ഇരിക്കണ കാരണം അതെല്ലാം എടുത്തിട്ട് വറുത്തു. അപ്പോൾ പിന്നെ എന്തായാലും വേഗം തന്നെ തീരുമല്ലോ. അങ്ങനെ ബീൻസ് ഉപ്പേരിക്ക് നമ്മൾ കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പേരി മുളകൊക്കെ ഇട്ടിട്ടുള്ളതിലേക്ക് നമ്മുടെ ബീൻസ് വെന്ത് വന്നിട്ടുള്ളതും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ ബീൻസ് ഉപ്പേരിയും മീൻ വറുത്തതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിനുള്ളത്. പിന്നെ തൈര് എന്തെങ്കിലും ചാറായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ പാക്കിങ്ങിൻ്റെ ലാസ്റ്റ് കുറച്ചും കൂടിയും പണികളുണ്ട്. അപ്പോൾ ആ ഒരു പാക്കിങ്ങിലേക്ക് അങ്ങനെ കടന്നു. ഓരോ പെട്ടികളായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വരണമല്ലോ. ഒരു രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ നമ്മളങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു പുലർച്ചെ 2:30-3 മണി ആ ഒരു സമയത്തായിരുന്നു. നമ്മൾ പോകുന്നത് എയർ അറേബ്യയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിയൊക്കെ ആവാറായപ്പോഴായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. മക്കൾക്ക് എന്തെങ്കിലും ഫുഡ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇനി ഈ ഒരു സമയമായതുകൊണ്ട് അവർ ആ ഫുഡ് കഴിക്കണ വരെ ഇങ്ങനെ ഉറങ്ങാതിരിക്കുമോ എന്നുള്ളത് ഉറപ്പില്ലാത്തതുകൊണ്ട് എന്തായാലും നമ്മളവിടെ എയർപോർട്ടിലെത്തിയപ്പോൾ തന്നെ അവിടെ മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് കുട്ടികളുടെ കിഡ്സ് മീലൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ രണ്ടാളും അവർ തന്നെ കഴിച്ചോളും. ബാക്കി എന്ത് ഫുഡാണെങ്കിലും നമ്മുടെ ഒരു സഹായം ഇല്ലാണ്ട് അവർ രണ്ടാളും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ
അങ്ങനെ അവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പറഞ്ഞ പോലെ തന്നെ ഫ്ലൈറ്റ് കുറച്ചൊന്ന് സ്റ്റാർട്ട് ആയപ്പോഴേക്കും രണ്ടാളും ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിന്റെ സമയം ഒരു പുലർച്ചെ 2:30-3 മണി സമയമായിരുന്നെങ്കിലും എനിക്ക് എയർ അറേബ്യയിലെ ഈ ഒരു ചിക്കൻ ബിരിയാണി എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് എനിക്ക് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അങ്ങനെ നേരമൊക്കെ ഇങ്ങനെ വെളുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ കാണാനായിട്ടും ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. കാരണം നമുക്ക് അധികം കാണാൻ പറ്റാത്തൊരു ഭാഗ്യമാണല്ലോ അത്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ എണീറ്റിരുന്നാലല്ലേ അത് കാണാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. പിന്നെ പൊതുവെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും കാറിലാണെങ്കിലും അതെങ്ങനെ പോവുകയാണെങ്കിലും എനിക്ക് അങ്ങനെ അധികം ഉറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിലായതുകൊണ്ടാണ് നമുക്ക് അധികം കാഴ്ചകൾ കാണാൻ പറ്റാത്തത്. അല്ലാതെ എങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആ ഒരു യാത്ര നല്ലപോലെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഉറങ്ങി തീർക്കാൻ അങ്ങനെ ഇഷ്ടമില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് പ്രായമൊക്കെ കൂടി വരുന്നത് കൊണ്ട് ഉറക്കം വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ആ ഒരു ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നേരമൊക്കെ വെളുത്തു തുടങ്ങിയപ്പോൾ അങ്ങനെ പുറത്ത് നോക്കിയപ്പോൾ നമ്മുടെ നാടെത്തി തുടങ്ങണതിൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിലേക്ക് വരുന്ന ഒരു യാത്രയാണല്ലോ. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു മൂഡായിരിക്കില്ലല്ലോ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് എത്തണതിൻ്റെയും അതുപോലെ നല്ല മഴ കാണാൻ പറ്റുമെന്നൊക്കെ ഉള്ളതായിരുന്നു നോക്കിയിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് വെയിലായിരുന്നു. മഴയില്ലാത്തതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെയുള്ള പച്ചപ്പും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മേഘങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ അപ്പോഴേക്കും മക്കളെയൊക്കെ എണിപ്പിച്ചിട്ട്. കാരണം ഈ ഒരു ഭംഗി നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ മാത്രം നമുക്ക് കാണാനായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടാളും എണീറ്റ് അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം ഒരു 2:30-3 മണി സമയമായിരുന്നെങ്കിലും നമ്മൾ അവിടെ നിന്ന് ടേക്ക് ഓഫ് ആയപ്പോൾ 1 മണിക്കൂറും കൂടിയും ഡിലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിയപ്പോഴും നമ്മളിവിടെ കറക്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഒരു 8 മണി 8:30 ആ ഒരു സമയത്ത് എത്തേണ്ടത്. നമ്മൾ അവിടെ നിന്ന് ഒരു 1 അവർ ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴും നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ആ ഒരു പുലർച്ചെ സമയമായതുകൊണ്ട് മക്കളെ കൊണ്ടാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. രണ്ടാളെയും നമ്മൾ തലേദിവസം ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാതെയൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേക്ക് ഓഫ് ആയില്ല. അതിനേക്കാളും നേരത്തെ തന്നെ ഇങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് ഇതായപ്പോഴേക്കും രണ്ടാളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഉറക്കക്ഷീണമൊക്കെ ഒരുവിധം തീർത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം കുറച്ച് സമയമൊക്കെ അവർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക്, അതായത് നമ്മുടെ കൊച്ചി എയർപോർട്ടിലേക്ക് നമ്മളിങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്തെത്തി അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് നമ്മുടെ ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ കൊണ്ടുവരാനായിട്ട് അപ്പച്ചനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചനും അമ്മയും വരാത്തത് നമ്മളെല്ലാവരും കയറണം, പിന്നെ നമ്മുടെ ലഗേജും എല്ലാം കൂടിയിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി വന്നേനെ. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ചെറിയൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് നമ്മുടെ തൃശ്ശൂരിലേക്ക്, നമ്മുടെ നാട് വരെ ഒന്ന് പോകണം. ആ ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ക്ഷീണമില്ലാതെ എത്തുന്നൊരു യാത്രയാണല്ലോ. അങ്ങനെ വീടെത്തി അങ്ങനെ നമ്മളിനി മഴയൊക്കെ കണ്ട് കുറച്ച് ദിവസം ഇനി നാട്ടിൽ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നാടെത്തി നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി തൊട്ട് തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയും നമ്മളങ്ങനെ കണ്ടു.